നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 22, 23 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 21 രാത്രി 7:07 PM മുതൽ ഫെബ്രുവരി 23 രാത്രി 10:12 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റമുണ്ട്. 23-ാം തീയതി രാവിലെ 11:51 AM ചൊവ്വ രാശി മാറുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ദയവായി അതും കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. കാര്യം കലണ്ടറിൽ കിടക്കുന്ന ആ ടൈമിങ് കറക്റ്റല്ല, 100% തെറ്റാണ്. രാഹുകാലം 22-ാം തീയതി വൈകിട്ട് 5:03 PM മുതൽ വൈകിട്ട് 6:31 PM വരെയാണ് രാഹുകാലം 22-ാം തീയതി. 23-ാം തീയതി തിങ്കളാഴ്ച കലണ്ടർ കിടക്കുന്ന 7:00 തൊട്ട് 9 വരെയാണ്. പക്ഷേ ശരിക്കുമുള്ള രാഹുകാലം രാവിലെ 8:16 AM മുതൽ രാവിലെ 9:44 AM വരെയാണ് രാഹുകാലം 23-ാം തീയതി. ഇനി നമുക്ക് ഫലങ്ങൾ നോക്കാം. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ ആ സംവിധാനം ഉണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത് ദയവേത്. പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഇനി ഫലങ്ങൾ നോക്കാം. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 7 ശനിയാണ്. ഓക്കെ, ശനിയുടെ തുടക്കമാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം, പിതൃഗുണം, സന്താന നേട്ടം. കൂടാതെ ഈ കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാകും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതുമാത്രമേ പ്രതികൂലമായിട്ടുള്ളൂ. എങ്കിലും ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. കാരണം പ്രതികൂലമായിട്ട് ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 5 ഗ്രഹങ്ങൾ, അതും ശനിയും വ്യാഴവും ഉൾപ്പെടെ ഇവർക്ക് അനുകൂലമാണ്. ചൊവ്വ, സൂര്യൻ, ബുധൻ ഇവയൊക്കെ അനുകൂലമാണ്. ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, പിതൃസ്വത്ത് ലഭിക്കും. അതുകൂടാതെ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമാണ്. അത് ഈ കുംഭമാസം മുഴുവൊക്കെ ഉണ്ടാവും. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാവും. സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കഴിവതും
എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുന്നതും ഉചിതമാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറഞ്ഞിരിക്കുകയാണ്, ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശനി വ്യാഴം ഇത് മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ഇപ്പോൾ ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറുന്നു 23-ാം തീയതി രാവിലെ. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്ത് ഉയർച്ച, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയം ആയില്യം. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വ പ്രതികൂലമായിട്ട് കൂടുതൽ പ്രതികൂലമായിട്ട് വരും 23-ാം തീയതി രാവിലെ മുതൽ. അപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക. അത് ചൊവ്വ പ്രതികൂലം അല്ലെങ്കിൽ വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക തന്നെ വേണം. ഓക്കെ. പിന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. ഉയർച്ചയിൽ നിന്ന് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞായറാഴ്ച ഇവർ ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. എങ്കിലും ഇവർക്ക് ഏകദേശം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതിൽ തന്നെ 7-ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വിവേകപൂർവ്വം പരിഹരിക്കുക. വാഹനാപകടങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീപ്പൊള്ളൽ, യന്ത്ര സാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് അഷ്ടമശനിയാണ്, അഷ്ടമശനി തുടരുന്നു. അപ്പോൾ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക മിനിമം. ഓക്കെ. ഇവർക്ക് ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്നൊക്കെ ധനപരമൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ തടസ്സങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. എങ്കിലും മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മാറി ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചിങ്ങം രാശിക്ക് ദോഷാധിക്യമാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, ചന്ദ്രനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ, അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച്
23 രാവിലെ 11 മണിക്ക് ശേഷം ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ട് വരുന്നതുകൊണ്ട് പൊതുവെ വാഹന ലാഭവും പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പിന്നെ കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ പരമായിട്ട് വിജയം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, ബൗദ്ധിക മേഖലയിൽ നേട്ടം. പിന്നെ പൊതുവെ ഇവർക്ക് 6ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങൾ ഏകദേശം എല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ തീർച്ചയായിട്ടും ശത്രുക്കൾ നിഷ്പ്രഭരാകും. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാവും. ശത്രുക്കൾ രമ്യതയിൽ വരാനുള്ള സാധ്യത. അപ്പോൾ അതിനൊന്നും നോ പറയരുത്. കാര്യം നിങ്ങളോട് മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു അനുഭവം അവർക്ക് ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് സൗഹൃദം സ്ഥാപിക്കാനെത്തും. തീർച്ചയായിട്ടും ആരെയും നമ്മൾ ഒഴിവാക്കണ്ട. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമാണ്. കാരണം ചൊവ്വ ഇവിടെ 23 രാവിലെ 11 മണിക്ക് പ്രതികൂലമായ അവസ്ഥയിൽ നിന്ന് മാറുന്നു. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം വരുന്നു. അതുമാത്രമല്ല, ഒരു ഗ്രഹം പോലും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലം ഇല്ല. അപ്പോൾ അത്യധികം ഗുണാധിക്യം നമ്മൾ പറയുന്നു. 6 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ്. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പൂർവികരുടെ അനുഗ്രഹം, അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം, പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവാം. കാരണം 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഏതാണ്ട് എല്ലാം തന്നെ അനുകൂലമായിട്ടോ ഗുണദോഷ സമ്മിശ്രമായിട്ടോ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. 5ാം ഭാവം സൂചിപ്പിക്കുന്ന പിതൃ സ്ഥാനമാണ്. അതുമാത്രമല്ല, പൂർവികരുടെ ഒരു അനുഗ്രഹം കിട്ടുന്ന അവസ്ഥയിലാണ് ഇതുള്ളത്. അപ്പോൾ പൈതൃക സ്വത്ത് ലഭിക്കാം, അല്ലെങ്കിൽ പിതൃസ്വത്തിൽ നിന്ന് നേട്ടം ഉണ്ടാവാം. പൊതുവെ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. ഇവർക്ക് സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു അനുകൂലമായിട്ടുള്ള വിജയസാധ്യത എപ്പോഴും ഉണ്ടാവും. പിന്നെ ഭൗതിക സുഖങ്ങൾ, സർവ്വവിധ സൗഭാഗ്യം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറയും. പൊതുവെ തുലാം രാശിക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ തുലാം രാശിക്ക് പൊതുവെ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വ ഇവിടെ പ്രതികൂലമായിട്ട് വന്നിരിക്കുന്നു. ഈ 23 11:51 AM വരെ മുതൽ. അപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക, വീഴ്ചകൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വ കൂടി പ്രതികൂലമായിട്ട് വന്നിരിക്കുന്നു. വാഹനങ്ങൾക്ക് തകരാറുണ്ടാവാം, കരുതിയിരിക്കുക. അതുപോലെ തന്നെ വ്യാഴം അഷ്ടമത്തിലാണ്. അപ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദഹനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. കണ്ടകശനിയാണ്.
എങ്കിലും വ്യാഴം അനുകൂലമാണ് 7ാം ഭാവത്തിൽ. അപ്പോൾ ദാമ്പത്യ ജീവിതം സുരഭിലമാകും. പൊതുവെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്, അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വ 23-ാം തീയതി രാവിലെ 11:51 AM പ്രതികൂലമല്ലാതാവുന്നു. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പൊതുവെ മകരം രാശിക്ക് അല്പം നല്ല കാലം തുടങ്ങാൻ പോവുകയാണ്. ഇനി കുറച്ച് കാലത്തേക്ക് ദോഷാധിക്യം ഉണ്ടാവില്ല. മകരം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവയുടെ അനുകൂല ഭാവം കൊണ്ട് ഇതൊക്കെ മറികടക്കാൻ പൂർണ്ണമായിട്ടും പറ്റില്ലെങ്കിലും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്പം ദോഷാധിക്യമുള്ളത് നമുക്ക് മറികടന്ന് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തീപ്പൊള്ളൽ, വീഴ്ച ഇവ കരുതിയിരിക്കുക. എങ്കിലും ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഒരു പരിധിവരെ ഇവർക്ക് പ്രതീക്ഷിക്കാം. പൊതുവെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ളത് ഈശ്വരഭജനം കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല. ശുക്രൻ, ശിഖി ഇവ അനുകൂലമാണെങ്കിലും 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ ശനി ജന്മശനിയാണ്. അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അല്പം ദോഷാധിക്യമുള്ളത് മറികടന്ന് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. കുറച്ച് കാലത്തേക്ക് ഇനി മീനം രാശിക്ക് അത്ര നല്ല കാലമല്ല. പൊതുവെ നമ്മൾ ഈശ്വര ഭജനം ഏറ്റവും പ്രധാനമായിട്ട് തന്നെ കാണുക. ഒപ്പം കർമ്മവും ചെയ്യുക. തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ദുര്യോഗവും നമുക്ക് മറികടക്കാൻ പറ്റും. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 22-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 23-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്.
ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 22-ാം തീയതി രാവിലെ 5:12 AM മുതൽ 6 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 22-ാം തീയതി. 23-ാം തീയതി രാവിലെ 5:11 AM മുതൽ രാവിലെ 5:59 AM വരെയാണ് 23-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 22-23 തീയതികളിൽ ഉച്ചയ്ക്ക് 12:16 PM മുതൽ ഉച്ചയ്ക്ക് 1:03 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 22-23 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. രാഹുകാലം ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 22-2-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. ആ 2ൻ്റെ കളി ശ്രദ്ധിച്ചു വേണം. 2 ഉള്ള നമ്പർ ധൈര്യമായിട്ടെടുക്കാം. 2 ഇല്ലാത്ത നമ്പർ കഴിവതും ഒഴിവാക്കുക. ഓക്കെ, 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 2, 6, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 23-2-2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 5, 3, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.